ജയം സയൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഹൈഡ്രോ കാർബണിന്റെ ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഇൻട്രൊഡ്യൂസ് ദ സിൻടാക്സ് ഫോർ ദ നോമൻക്ലേച്ചർ ഓഫ് ദ ഹൈഡ്രോ കാർബൺ. അപ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള സിൻടാക്സ് ഞാൻ എഴുതി തരാം. നമുക്കറിയാം ഹൈഡ്രോ കാർബൺ ക്ലാസിഫിക്കേഷന് കുറേ നോമൻക്ലേച്ചർ IUPAC മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. So this is the syntax for the nomenclature of hydrocarbon. The first part indicate, that means the position number of branch. Position number of branch means number of carbon in main chain to which branch is attached. പ്രധാന ചെയിനിൽ ഏത് കാർബണിലാണോ ബ്രാഞ്ച് യോജിച്ചിരിക്കുന്നത് ആ കാർബണിന്റെ നമ്പറിനെയാണ് നമ്മൾ എന്ന് പറയുക പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. നെയിം ഓഫ് റാഡിക്കൽ മീൻസ് ദ നെയിം ഓഫ് ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ചുള്ള ഹൈഡ്രോകാർബൺ ആണെങ്കിൽ അതിന്റെ ശാഖയെ സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് റാഡിക്കൽ എന്ന് പറയുമ്പോൾ CH3 എന്ന് പറയുമ്പോൾ മെത്തിൽ, CH2CH3 എന്ന് പറഞ്ഞാൽ എത്തിൽ, CH2CH3 എന്ന് പറഞ്ഞാൽ പ്രൊപ്പിൽ. അതുപോലെ 4 നമ്പറാണെങ്കിൽ ബ്യൂട്ടിൽ. This is the main part of the name, word root. പദമൂലം എന്ന് പറയുന്ന സംഭവമാണ്. അതിലെ number of carbon, which word root indicate the number of carbon in main chain. That means if the main chain contain 1 carbon, that is known as meth. If the main chain contain 2 carbon, that is eth. Then 3 carbon, prop, 4 carbon, but, 5 carbon, pent, 6 carbon, hex, 7 carbon, hep, oct, non, dec, and so on. And then the last part of the word root, that means the last part of this name in suffix. That means suffix indicate the nature of bonding in the main chain. That means if one single bond is contained, that is A, double bond ആണെങ്കിൽ E, triple bond ആണെങ്കിൽ Y. ഇതാണ് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഹൈഡ്രോകാർബണിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹൈഡ്രോകാർബണിന്റെ പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് IUPAC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിൻടാക്സ് ഇതാണ്. ഇതിലെ ആദ്യത്തെ ഭാഗം പൊസിഷൻ ഓഫ് ബ്രാഞ്ച് ആണ്, ശാഖയുടെ സ്ഥാനം. രണ്ടാമത് ശാഖയുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാഖ പ്രധാന ചെയിനിലെ ഏത് കാർബണോടാണ് യോജിച്ചിരിക്കുന്നത് ആ കാർബണിന്റെ നമ്പറാണ് ഇത്. നെയിം ഓഫ് റാഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചിന്റെ പേര്, ശാഖയുടെ പേര്. അത് ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. CH3 വരാണെങ്കിൽ മെത്തിൽ, CH2CH3 വരാണെങ്കിൽ എത്തിൽ, CH2CH3 ആണെങ്കിൽ പ്രൊപ്പിൽ, ആൻഡ് സോ ഓൺ. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ പദമൂലം എന്നാണ്. പദമൂലം എന്ന് പറഞ്ഞ ഭാഗം സൂചിപ്പിക്കുന്നത് കാർബണിന്റെ എണ്ണത്തെയാണ്. 1 കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ആണെങ്കിൽ പെന്റ്, 6 കാർബൺ ആണെങ്കിൽ ഹെക്സ്, 7 കാർബൺ ആണെങ്കിൽ ഹെപ്റ്റ്, then oct, non, dec, etc. സഫിക്സ് എന്ന് പറയുന്നത് പിൻ പ്രത്യയമാണ്. പിൻ പ്രത്യയം എന്ന് പറഞ്ഞത് ഒരു ഹൈഡ്രോകാർബണിന്റെ പേരിടുമ്പോൾ അതിന്റെ പിൻ പ്രത്യയം ലാസ്റ്റ് ഭാഗമാണ് പിൻ പ്രത്യയം എന്ന് പറഞ്ഞത്. പിൻ പ്രത്യയം എന്ന് പറഞ്ഞത് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? അതിലുള്ള കാർബൺ തമ്മിലുള്ള ബോണ്ടിനെ, ബന്ധനത്തെ സൂചിപ്പിക്കുന്നു. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ വൈൻ. ഇതാണ് ഈ സിൻടാക്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഹൈഡ്രോകാർബണിന്റെ ക്ലാസിഫിക്കേഷൻ, ഹൈഡ്രോകാർബണുകളുടെ പേരിടുന്നത് വളരെ രസകരമായിട്ടും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. So let us first of all we discuss about the നമുക്ക് ബ്രാഞ്ച് ഇല്ലാത്ത, ശാഖകളില്ലാത്ത ഹൈഡ്രോകാർബണിന്റെ പേര് നമുക്ക് ആദ്യം നോക്കാം. CH3, CH2, CH3. This is one of the structure of hydrocarbon without branch. നമുക്ക് എങ്ങനെയാണ്, let us see how we can let us see
how we name the hydrocarbon. So this is a hydrocarbon without any branch. ശാഖകളില്ലാത്ത ഒരു ഹൈഡ്രോകാർബൺ ആണ്. നമുക്ക് ഈ പേരിന്റെ സിന്റാക്സിൽ നോക്കാം. ഇതില് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ഈ ഭാഗമാണ് നമുക്ക് എന്തിനു വരിക? വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ഈ ഭാഗം മാത്രമാണ് നമുക്ക് ഇതിന്റെ പേരിടുന്ന കാര്യത്തിൽ ഈ ഭാഗം മാത്രമേ വരുന്നുള്ളൂ. അതായത് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്, അതായത് പദമൂലവും അതുപോലെ പിൻ പ്രത്യയവും. പദമൂലവും പിൻ പ്രത്യയവും. എന്താണ് പദമൂലം സൂചിപ്പിക്കുന്നത്? വേർഡ് റൂട്ട് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ഇൻ മെയിൻ ചെയിൻ. ദിസ് ഇസ് ദ മെയിൻ ചെയിൻ. There is no branch, so there is no confusion. There is no confusion to determine the main chain. ഇവിടെ പ്രത്യേകിച്ച് വേറെ ചെയിനൊന്നും ഇല്ലാത്തതുകൊണ്ട്, ശാഖയൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രധാന ചെയിൻ നിർണ്ണയിക്കുന്നതിൽ പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ സംശയമൊന്നും വേണ്ട. ഇതാണ് പ്രധാന ചെയിൻ. നമുക്ക് എത്ര കാർബൺ നോക്കാം? 1 2 3 3 കാർബൺ ആണുള്ളത്. അപ്പോൾ വേർഡ് റൂട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്തില് എന്തായിരിക്കും പേര്? മെത്ത്, ഹെത്ത്, പ്രൊപ്പ്. അപ്പോ പ്രൊപ്പ് പ്ലസ് എന്തായിരിക്കും? സഫിക്സ്. എല്ലാ ബോണ്ടും കാർബൺ തമ്മിലുള്ള ബോണ്ടുകളൊക്കെ സിംഗിൾ ബോണ്ടാണ്, ഏകബന്ധനമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? സഫിക്സിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സിംഗിൾ ബോണ്ട് വരാണെങ്കിൽ എയിൻ, ഡബിൾ ബോണ്ട് വരാണെങ്കിൽ ഈൻ, ട്രിപ്പിൾ ബോണ്ട് വരാണെങ്കിൽ ഐൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? എയിൻ. ഇനി ഇത് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് എന്ത് എഴുതാം? പ്രൊപ്പെയിൻ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ശാഖകളില്ലാത്ത ഹൈഡ്രോകാർബണിന്റെ പേരിടുന്നത്. ഈ രീതിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്. നമുക്ക് വീണ്ടും നോക്കാം. വേറെ ഒരു ഹൈഡ്രോകാർബൺ നോക്കാം. CH3 CH2 CH2 CH3. Then let us check how can we name this hydrocarbon. നമുക്ക് എങ്ങനെയാണ് നോക്കാം. എത്ര കാർബൺ ഉണ്ട്? വേർഡ് റൂട്ട് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ ആദ്യം മെയിൻ ചെയിൻ കാർബൺ എണ്ണും. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. അപ്പൊ നമുക്കറിയാം 4 കാർബൺ ഉണ്ട്. അപ്പൊ നമുക്ക് വേർഡ് റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബ്യൂട്ട് ആയിരിക്കും. Then എന്താണ് സഫിക്സ്? എന്താണ് സഫിക്സ് വരിക? സഫിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയും നമുക്കറിയാം ഒക്കെ സിംഗിൾ ബോണ്ട് ആണ്, ഏകബന്ധനാണ്. അതുകൊണ്ട് നമുക്ക് എയിൻ എന്ന് കൊടുക്കാം. രണ്ടും കൂടി ചേർത്ത് നമുക്ക് എന്തെഴുതാം? ബ്യൂട്ട് പ്ലസ് എയിൻ, ബ്യൂട്ടീൻ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ശാഖകളില്ലാത്ത ഹൈഡ്രോകാർബണിന്റെ പേരിടാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പേരിടാവുന്നതാണ്. നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺ. നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നോമൻക്ലേച്ചർ ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബണിന്റെ? CH3 CH2 CH3 So this is the hydrocarbon. ഇത് ശാഖകളുള്ള ഒരു ഹൈഡ്രോകാർബൺ ആണ്. ഇതിന്റെ പേര് ഇടുന്നത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് നമുക്കറിയാം ഈ പറയുന്ന പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ഉണ്ട്, നെയിം ഓഫ് റാഡിക്കൽ വേണം, വേർഡ് റൂട്ട് വേണം, സഫിക്സ് വേണം. ഇതിന്റെ പേരിടുന്ന രീതി അങ്ങനെയാണ്. ഈ സംഭവം ഉപയോഗിച്ചിട്ടാണ് പേരിടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിറ്റർമിൻ വിച്ച് ഈസ് ദ മെയിൻ ചെയിൻ, ദാറ്റ് മീൻസ് ദ ലോങ്സ്റ്റ് ചെയിൻ. ഇതിൽ ഏതാണ് പ്രധാന ചെയിൻ എന്നുള്ളതാണ് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത്. ഏതാണ് പ്രധാന ചെയിൻ, ഏതാണ് ശാഖ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാന ഭാഗം നമുക്ക് എളുപ്പമായി. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് പ്രധാന ചെയിൻ. നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കണം. 1 1 2 3 4 1 2 3 4. അതായത് ഒരു അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ അവസാനിക്കുക. അപ്പൊ ഈ രീതിയിൽ ഇടുമ്പോൾ 1 2 3 4 ആണ്. അപ്പോഴും 4 തന്നെയാണ്. ഇനി ഇവിടെ 1 2 3. അപ്പോൾ മാക്സിമം കാർബണുള്ള ചെയിനെയാണ് നമ്മൾ പ്രധാന ചെയിൻ എന്ന് പറയാം.
അപ്പം മാക്സിമം കാർബൺ ഉള്ളത് 4 ആണ്. അപ്പൊ നമുക്ക് എന്താക്കി എടുക്കാം, പ്രധാന ചെയിന് വേണമെങ്കിൽ നമുക്കൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് പ്രധാന ചെയിൻ. ഇനി പ്രധാന ചെയിനിൽ ഇനി നമുക്ക് വേണ്ടത് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ഇൻഡിക്കേറ്റ് നമ്പർ ഓഫ് കാർബൺ ഇൻ മെയിൻ ചെയിൻ ടു വിച്ച് ദ ബ്രാഞ്ച് ഈസ് അറ്റാച്ച്ഡ്. അപ്പൊ പ്രധാന ചെയിനിലെ ശാഖ ഏത് കാർബണിലാണോ യോജിച്ചിരിക്കുന്നത് അതിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം, നമ്പർ ഇടാം. അപ്പൊ നമ്മൾ നേരത്തെ ഡിറ്റർമിൻ ചെയ്തു പ്രധാന ചെയിൻ ഏതാണ്. പ്രധാന ചെയിൻ ഇതാണ് പ്രധാന ചെയിൻ വരുന്നത് അല്ലെ, ഇതാണ് പ്രധാന ചെയിൻ വരുന്നത്. ഇത് ശാഖയാണ്, ഇതാണ് എന്റെ ബ്രാഞ്ച്. അപ്പോൾ പ്രധാന ചെയിൻ ഇത്, ബ്രാഞ്ച് ശാഖ. അപ്പൊ നമുക്ക് തീരുമാനം. അതിനുശേഷം നമുക്ക് നമ്പർ ഇടാം. ഈ പ്രധാന ചെയിൻ ഏത് കാർബണിലാണോ വരുന്നത്, നമുക്ക് ഇവിടെ നിന്ന് ഒരു അറ്റത്ത് നിന്ന് ഈ ഭാഗത്ത് നിന്ന് അല്ലെ റൈറ്റ് സൈഡിലേക്ക്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ നമ്പർ ഇടുമ്പോൾ ഇത് കാർബൺ 1 2 3 4 ഇതാണ് നമ്മൾ നമ്പർ ഇടുന്നത്. ഈ ശാഖയ്ക്ക് കിട്ടിയിരിക്കുന്നത് നമ്പർ 3 ആണ്. ഇനി ആ സമയത്ത് തിരിച്ചിടുമ്പോൾ, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുകയാണെങ്കിൽ നോക്കാം എന്തായിരിക്കും വരാം, 1 2 3 4. അപ്പോൾ ഈ ശാഖയ്ക്ക് നമ്പർ വരുന്നത് 2 ആണ്. അപ്പൊ കൺഫ്യൂസ്ഡ് ആയി, രണ്ട് ഭാഗത്തിടുമ്പോൾ 2 നമ്പർ വരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് ഏതായിരിക്കും നമുക്ക് സെലക്ട് ചെയ്യാം? ലീസ്റ്റ് നമ്പർ റൂൾ, അതായത് ബ്രാഞ്ചിന് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന നമ്പറാണ് നമ്മൾ എടുക്കുക. ഏറ്റവും ചെറിയ നമ്പറാണ് എടുക്കുക. ഇവിടെ 3ഉം 2ഉം വന്നു, അതിൽ നമ്മൾ എന്തെടുത്തു, 2 ആണ് എടുക്കുക, സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് നമുക്ക് കിട്ടി. എന്താണ് പേര്? 2 അല്ലെ. ഇനി എന്താണ്, ഒരു ഹൈഫൺ ഇടണം അല്ലെ, ഒരു ഹൈഫൺ നമുക്ക് ഇടണം. ഹൈഫൺ നമ്മൾ എടുക്കും. ഇനി നെയിം ഓഫ് റാഡിക്കൽ ബ്രാഞ്ച് നമ്മൾ ഹൈഫൺ ചേർത്തു, ഇവിടെയുള്ള ഹൈഫൺ ഇവിടെ ചേർത്തു. ദെൻ നെയിം ഓഫ് റാഡിക്കൽ. എന്താണ് നെയിം ഓഫ് റാഡിക്കൽ? അതായത് ബ്രാഞ്ചിന്റെ നമ്മൾ കണ്ടു, നെയിം ഓഫ് റാഡിക്കൽ എന്ന് പറഞ്ഞത് എന്താണ്, ബ്രാഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ശാഖയെ സൂചിപ്പിക്കുന്നു. ഒരു CH3 അതായത് ഒരു കാർബൺ വരാണെങ്കിൽ, അതായത് CH3 ആണെങ്കിൽ എന്താണ്, മെത്തിൽ എന്നും, CH2 CH3 ആണെങ്കിൽ എത്തിൽ എന്നും, CH2 CH3 ആണെങ്കിൽ പ്രൊപ്പിൽ എന്നുമാണ് ആ ശാഖയുടെ പേര്. അതായത് നെയിം ഓഫ് റാഡിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന പോലെ നമുക്ക് CH3 ആണെങ്കിൽ മെത്തിൽ, CH2 CH3 ആണെങ്കിൽ എത്തിൽ, CH2 CH3 ആണെങ്കിൽ പ്രൊപ്പിലാണ്. ഇവിടെ CH3 ആണ് നമ്മൾ കണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, നെയിം ഓഫ് റാഡിക്കൽ എന്നുള്ള ഭാഗത്ത് മെത്തിൽ എന്ന് കൊടുക്കാം, മെത്തിൽ. അപ്പോ നെയിം ഓഫ് റാഡിക്കൽ എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്ത് കൊടുക്കും, മെത്തിൽ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വേർഡ് റൂട്ടാണ്. നമുക്ക് വേണ്ടത്. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേർഡ് റൂട്ട് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ഇൻ മെയിൻ ചെയിൻ. പ്രധാന ചെയിനിലെ കാർബണിലുള്ള എണ്ണത്തെയാണ് വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം, ഇതാണ് പ്രധാന ചെയിൻ. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4. നമുക്ക് എണ്ണാൻ അറിയാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. 4 ബ്യൂട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു, ബ്യൂട്ട് എന്ന് പറഞ്ഞ വാക്ക് കൊടുത്തു, ബ്യൂട്ട്. ഇനി വരേണ്ടത് നമുക്ക് എന്താണ്, സഫിക്സ് ആണ്. എന്താണ് സഫിക്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? കാർബണും തമ്മിലുള്ള ബന്ധനം എന്താണ്? ഏകബന്ധനാണെങ്കിൽ എയിൻ, ദ്വിബന്ധനാണെങ്കിൽ ഈൻ, അതുപോലെ ത്രിബന്ധനാണെങ്കിൽ അയൻ. അപ്പൊ ഇവിടെ സിംഗിൾ ബോണ്ടുകളാണ്, കാർബൺ തമ്മിലുള്ള സിംഗിൾ ബോണ്ടാണ്. അപ്പൊ നമ്മൾ എയിൻ എന്നാണ് കൊടുക്കുക. സോ വി ആഡ് എയിൻ ടുവേർഡ്സ് ദ ബ്യൂട്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, എയിൻ എന്ന് കൊടുക്കുന്നു, ബ്യൂട്ടെയിൻ. അപ്പൊ എന്താണ് ഇതിന്റെ പേര് വരുന്നത് ശരിക്ക്? 2-methyl butane. അതായത് here the 2 means position number of branch, then methyl means name of radical and but means number of carbon in main chain, that means word root.
Then "ein" means that is suffix, that means which indicate the nature of bonding. ഇത് നമുക്ക് ഈ പേര്, ഈ സ്ട്രക്ചർ എന്നിട്ട് പേരിടുന്നത് പോലെ തന്നെ പേരിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയത് ചെയ്യാം, എങ്ങനെയത് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുക, ഇതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കുന്നത് ദാറ്റ് മീൻസ് വേർഡ് റൂട്ട് ആണ്. ഈ വേർഡ് റൂട്ട് ആണ് നമ്മൾ ആദ്യം നോക്കുക. വേർഡ് റൂട്ട് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഇതിന്റെ പേര്, ഇതിൽ നിന്ന് സ്ട്രക്ചർ എങ്ങനെയാ നമുക്ക് നോക്കാം. 4 കാർബൺ ആറ്റം ഉണ്ട്. 4 കാർബൺ ആറ്റം, 1 2 3 4, 4 കാർബൺ ആറ്റം ഉണ്ട്. ഇനി എന്താണ് ബ്യൂട്ടി കഴിഞ്ഞാൽ ഇതില് എന്താ പ്രത്യേകത? എയിൻ ആണ്, സിംഗിൾ ബോണ്ട് ആണ്, സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ നമ്മൾ ഇതില് സിംഗിൾ ബോണ്ട് ഇട്ടു, ഇതിന്റെ ഇടയില് നമ്മൾ സിംഗിൾ ബോണ്ട് വെച്ചു. ഇനി നമുക്ക് വേണ്ടത്, ഇവിടെ നമുക്ക് 2-മെത്തിൽ ബ്യൂട്ടൈൻ എന്നാണ്. നമ്മൾ എങ്ങനെയാണ് ഈ സ്ട്രക്ചറിൽ നിന്ന് ഈ പേര്, നമ്മൾ സ്ട്രക്ചറിൽ നിന്ന് പേര് നമ്മളിപ്പോൾ ചെയ്തു, ഇതേപോലെ തിരിച്ച് പേരിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സ്ട്രക്ചറിലേക്ക് പോണേ എന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കാം. ഇവിടെ ബ്യൂട്ട് എന്ന് പറയുമ്പോൾ, അതായത് വേർഡ് റൂട്ട് നമുക്ക് ആദ്യം നോക്കാം, പദപോലെ നമുക്ക് ആദ്യം നോക്കാം. പ്രധാന ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? ബ്യൂട്ട് എന്ന് പറയുമ്പോൾ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, 4 കാർബണാണ്. ആ 4 കാർബൺ ഇവിടെ എടുത്ത് 4 കാർബൺ നമ്മൾ ഇവിടെ എടുത്തിരുന്നു. സി. ഇതുപോലെ എയിൻ എന്ന് പറഞ്ഞാൽ എല്ലാം അതിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ടാണ്. നമ്മൾ അടുത്ത അതിൻ്റെ കൂടെ എഴുതിയത് സിംഗിൾ ബോണ്ട് ചേർത്തു, സിംഗിൾ ബോണ്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതില് രണ്ടാമത്തെ പൊസിഷനില് മെത്തിൽ എന്ന് പറയുന്ന ബ്രാഞ്ച് ആണ് വേണ്ടത്. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്നായാലും റൈറ്റിൽ നിന്നായാലും നമ്പർ ഇടാം, വിരോധമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്പർ ഇട്ടാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് നമ്പർ ഇട്ടാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് 1 2 3 4 നമ്പർ ഇട്ടു. എങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ 2-മെത്തിൽ, രണ്ടാമത്തേല് മെത്തിലാണ്. ഇവിടെ നമ്മൾ എന്ത് ചേർത്തു? CH3 ചേർത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ കാർബണിന്റെ വാലൻസി 4 ആണെന്ന് നമുക്ക് ധാരണയുണ്ട്. കാർബണിന്റെ വാലൻസി എത്രയാണ്? 4 ആണ്. അത് പൂർത്തിയാക്കാം. എങ്ങനെ കാർബണിന്റെ വാലൻസി പൂർത്തിയാക്കുന്നത്? ഇവിടെ ഒരു വാലൻസി ഫില്ലാണ്. 2 3 4, 1 2 3 4. Then 1 2 3 4, 1 2 3 4. വാലൻസി 4 ആക്കി. ഇനി നമ്മൾ സാച്ചുറേറ്റഡ് വിത്ത് ഹൈഡ്രജൻ. ഈ ബോണ്ട് സാച്ചുറേറ്റ് ചെയ്യുന്നത് നമ്മൾ ചേർക്കുന്നത് ഹൈഡ്രജൻ ആണ്. അവിടെ ചേർക്കുന്നത് ഹൈഡ്രോ കാർബൺ ആണ്, നമുക്കറിയാം. അപ്പൊ നമ്മൾ അവിടെ ഹൈഡ്രോ കാർബണിന്റെ ഹൈഡ്രജൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന H. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ ചുരുക്കി എഴുതാം? CH3 കണ്ടൻസർ ഫോർമുല എഴുതാം. CH3 സിംഗിൾ ബോണ്ട് CH, അടുത്ത് CH2 CH3. ഇനി ഇവിടെ ഈ CH3 കൂടി നമ്മൾ ബ്രാഞ്ച് ആക്കി എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പേരിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോകുന്നത് മനസ്സിലായി. ഇതൊരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേരുടെ നോക്കാം, എത്ര കാർബൺ നോക്കാം. നമുക്ക് ആദ്യം വേണ്ടതിൽ പ്രധാന ചെയിൻ ഏതാണ്, ശാഖ ഏതാണെന്ന് തിരിച്ചറിയണം. നമുക്ക് നോക്കാം. ഇതില് ഒന്ന് പ്രധാന ചെയിൻ എങ്ങനെയാണ് നമുക്ക് വേണ്ടി നോക്കാം. 1 1 2 3 4 5, 1 2 3 1 2 3 4 5. ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ പല സാധ്യതകൾ നമ്മൾ നോക്കാം. ഇതിൽ മാക്സിമം വരുന്നത് നമുക്ക് 5 തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് 5 ഇങ്ങനെ വരുമ്പോ നമുക്കറിയാം പ്രധാന ചെയിൻ ഇതാണ്, പ്രധാന ചെയിൻ, മെയിൻ ചെയിൻ ആയിട്ട്. അപ്പൊ ഇതെന്താണ്? ഇത് ബ്രാഞ്ചാണ്, ഇത് ശാഖയാണ്. ഇപ്പൊ ഇത് പ്രധാന ചെയിൻ, ഇത് ശാഖ, മെയിൻ ചെയിൻ, ബ്രാഞ്ച്. ഇനി വേണ്ടത് നമുക്ക് പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ആണ്. നമുക്ക് ആദ്യം വേണ്ടത് പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് കാണുന്ന നമ്മൾ നമ്പർ ചെയ്യും, 2 വശത്ത് നിന്ന് നമ്പർ ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 വശത്ത് നമ്പർ ചെയ്യും. ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ എന്താ വരാ? 1 2 3 4 5 ആണ് വരാ. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇടുമ്പോൾ എന്താ വരാ? 1 2 3 4 5. അപ്പൊ നമുക്ക്
ഈ ബ്രാഞ്ചിന്റെ നമ്പർ 4 കിട്ടി. നമുക്ക് വേണ്ടത് ലീസ്റ്റ് നമ്പർ റൂളാണ്. ഏറ്റവും ചെറിയ നമ്പർ നമ്മൾ എടുക്കുക. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യത്തെ ഭാഗം ശരിയായി. അതായത് പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്, ശാഖയുടെ സ്ഥാനം. അപ്പൊ നമുക്ക് പേര് 2. പിന്നെ നമ്മൾ ചെയ്തു ഹൈഫൺ ഇട്ടു. അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണ്? ഇനി നെയിം ഓഫ് റാഡിക്കൽ ആണ്. ശാഖ ഏതാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പൊ ഏതാണ് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടത്? ഇവിടെ CH3 ആണ്, മെത്തിലാണ്. ഒരു കാർബൺ ഉള്ളെങ്കിൽ CH3 ആണെങ്കിൽ മെത്തിൽ, CH2 CH3 ആണെങ്കിൽ എത്തിൽ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ CH3 എന്ന് പറഞ്ഞാൽ മെത്തിലാണ്. അപ്പൊ നമ്മൾ അതിന്റെ പേര് മെത്തിൽ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇനി വേണ്ടത് വേർഡ് റൂട്ട് ആണ്. വേർഡ് റൂട്ട് മീൻസ് നമ്പർ ഓഫ് കാർബൺ ഇൻ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 5. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. അപ്പൊ നമ്മൾ അതിന് പെന്റ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു, പെന്റ്. ഇനി വേണ്ടത് നമുക്ക് എന്താണ്? സഫിക്സ് ആണ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ പിൻ പ്രത്യയം. That means that indicate the nature of bonding. Here all carbon is linked with a single bond. അപ്പൊ ഇവിടെ എല്ലാ കാർബണും പരസ്പരം യോജിച്ചിരിക്കുന്ന ഏകബന്ധനം കൊണ്ടാണ്. അപ്പൊ നമ്മൾ എയിൻ നമുക്ക് കൊടുക്കാം, എയിൻ. അപ്പൊ പെന്റ് എ, 2 മെത്തിൽ പെന്റേൻ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് നോക്കാം എങ്ങനെയാണ് സ്ട്രക്ചർ വരയ്ക്കുന്നത്. ഏത് പേരിൽ നിന്നും നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാനുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. 2 മെത്തിൽ പെന്റേൻ. ആദ്യം നമ്മൾ നോക്കുന്നത് ഈ എത്ര വേർഡ് റൂട്ട് ആണെന്ന് നോക്കാം. ആദ്യം നോക്കുന്നത് വേർഡ് റൂട്ട് ആണ്. കാർബൺ എത്ര ഉണ്ട്? 5 കാർബൺ ഉണ്ട്. അപ്പോൾ 1 2 3 4 5. ഇനി നമുക്ക് എന്താണ്? എയിം, അതായത് നേച്ചർ ഓഫ് ബോണ്ടിങ് ആണ്. ബോണ്ടിങ് നമുക്കറിയാം സിംഗിൾ ബോണ്ട് ആണ്. നമ്മളിവിടെ കൊടുത്തു സിംഗിൾ ബോണ്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നമ്പർ ഇടാം. 2 മെത്തിൽ എന്ന് പറയുമ്പോൾ പൊസിഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? പൊസിഷൻ നമുക്ക് 1 2 3 4 5 എവിടെ നിന്ന് വേണമെങ്കിൽ കൊടുക്കാം. 2. അതുകൊണ്ട് രണ്ടാമത്തേല് മെത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ നമ്മൾ CH3 ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കറിയാം കാർബണിന്റെ വാലൻസി 4 ആണ്. വാലൻസി പൂർത്തിയാക്കി വെക്കാം. ഇതാ ഇവിടെ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 കൊടുത്തു. അതിനുശേഷം നമുക്ക് ബാലൻസ് പൂർത്തിയാക്കാൻ നമുക്കറിയാം ഹൈഡ്രജൻ ആണ് സാച്ചുറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. ഹൈഡ്രജൻ ഇവിടെ കൊടുക്കുക. ഇനി നമുക്ക് കണ്ടൻസർ ഫോർമുലേക്ക് ആക്കാം. ഇത് CH3 CH3 CH2 ഇതാണ് കണ്ടൻസർ. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ട്രക്ചറിൽ നിന്ന് പേരിൽ നിന്ന് സ്ട്രക്ചറിലേക്കും പോകുന്ന വഴി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കാം. ഇതിന്റെ സിൻടാക്സ് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പേര്, സ്ട്രക്ചർ, അതിന് പേരിൽ നിന്ന് വളരെ എളുപ്പത്തിൽ അതിന്റെ സ്ട്രക്ചറിലേക്കും നമുക്ക് കടക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സിൻടാക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ രസകരമായിട്ട് നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഏത് ഹൈഡ്രോ കാർബൺ ആണെങ്കിലും ഇപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ഹൈഡ്രോ കാർബൺ ആണ് പഠിച്ചത്. ഒന്ന് ശാഖയുള്ളതും ഒന്ന് ശാഖയില്ലാത്തതും. അപ്പോൾ ശാഖയില്ലാത്തതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതിനുശേഷം ശാഖയുള്ളത് പഠിച്ചു. അപ്പോൾ ആ സിൻടാക്സിൽ നിന്ന് നമുക്ക് ബ്രാഞ്ച് ഉള്ളതും ബ്രാഞ്ച് ഇല്ലാത്തതും അതിനെക്കുറിച്ച് നമ്മൾ നല്ല ധാരണയായി. ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ നിന്ന് പേരിൽ നിന്ന് സ്ട്രക്ചറിലേക്കും വളരെ എളുപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനുള്ള ഒരു രീതി നമുക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ബ്രാഞ്ചുകളുള്ള ഹൈഡ്രോ കാർബണെ കുറിച്ച് പഠിക്കാം. താങ്ക് യു.